ഹലോ ഗൈസ്, വെൽക്കം കം 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 കം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 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 പുതിയൊരു സീരീസ് തുടങ്ങാം. ഇവിടെ ഹാർഡ് കോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് വേറൊരു സീരിയസ് ആയിട്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളെന്തായാലും സർവൈവൽ സീരീസ് തുടങ്ങുന്ന തന്നെ വേണ്ടല്ലേ, നേർമലയിൽ തന്നെ കിടക്കട്ടെ. പിന്നെ ഞാൻ ഒരു സീഡുണ്ട്, ഇതന്നെ സീഡ്, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച സീഡാണ്. ഇത് നിങ്ങൾക്കും കളിക്കണമെങ്കിൽ ഈ സീഡ് യൂസ് ചെയ്യാം. ഞാനിതൊന്നും നോക്കണില്ല, എന്തായാലും ഞാൻ ചീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ഉണ്ടാക്കണില്ല. എന്തായാലും ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ ഷോ കോർഡിനേറ്റ്സ് ആക്കിയിട്ട് കാര്യമില്ല, കാരണം കോർഡിനേറ്റ് കാണില്ല. മുകളിൽ എഴുതിയേക്കണ ബീറ്റ് അതുപോലത്തെ ഷോ ഡിസ്പ്ലേഡ് കോർഡിനേറ്റ് ആക്കിയാലേ അത് കാണുള്ളൂ. അത് കാരണം ഞാൻ കോർഡിനേറ്റ് ഓണാക്കാണ്. എന്തായാലും ജനറലിൽ പോയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഇത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ലോഡാവണവരെ നിങ്ങൾ കുറച്ച് ഗുഡ് ബൈ കണ്ടിട്ട് വരാനും കാരണം നിങ്ങൾക്കും വയ്യ. നിങ്ങൾക്ക് ഗുഡ് ബൈ കാണാനൊന്നും പറ്റില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാൻ, അത്രേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു വേൾഡ്. ഞാനത് ലോഡായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഇത് റെക്കോർഡ് ഓണാക്കി പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന ഗെയിമിങ് വീഡിയോസിലൊക്കെ ഒരു ആപ്പ് വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഞാനൊരു സത്യം മനസ്സിലാക്കി, ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എൻ്റെ സൗണ്ടും പെടാൻ. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും മരം വെട്ടാൻ പോവാണ്. ഈ മരുന്ന് ഞാൻ ഫുള്ള് വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുകൂടി വിളിക്കാം. 1 മിനിറ്റ് ഞാൻ ഈ 2 ഡേർട്ടും കൂടി വെട്ടിട്ട്, ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ 2 ബ്ലോക്കും കൂടി കാണും, അതിനെടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ കുറച്ച് നേരം ഒന്നുമില്ല, എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓണാക്കുമ്പോൾ നിങ്ങളെന്തായാലും തൽക്കാലത്തിന് സ്കിപ്പൊന്നും ഞാൻ ചെയ്യണില്ല. നല്ല മരം വെട്ട. ഓക്കെ, എന്തായാലും ഞാൻ സ്കിപ്പൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ബേസിക് ടൂൾസ് ഉണ്ടാക്കിയിട്ട്, പിന്നെയും ഞാൻ ബേസിക് ടൂളൊക്കെ ഉണ്ടാക്കിയിട്ട്, ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കാണാം. എന്തായാലും ഞാൻ വേണ്ടത് കാണിക്കാം. നിങ്ങൾക്ക് ബോറടിക്കുമോ? നിങ്ങൾക്ക് ബോറടിക്കും, ഞാൻ പറയും. നമ്മളപ്പോൾ ബേസിക് ടൂൾസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. 19 ബ്ലോക്ക് ബാക്കിയുണ്ട്. ഞാൻ നിങ്ങളെന്തെങ്കിലും ഇവിടെ തന്നെ സാമ്രാജ്യം കെട്ടിപ്പറക്കാൻ പോകണം. അത് കാരണം ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ തന്നെ നമ്മൾ ഈ സാമ്രാജ്യം കെട്ടിപ്പറത്തിരിക്കും. സാമ്രാജ്യമല്ല, നമ്മളൊരു വീടുണ്ടാക്കും, അതപ്പാ പറ്റില്ല. എന്തായാലും ഞാൻ ഇതൊന്നും നിരപ്പാക്കിയിട്ട് നിങ്ങളുടെ വീണ്ടും കാണാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, നമ്മളത് കെട്ടിയിട്ടുണ്ട്. ഈ സ്ഥലത്താണ് നമ്മൾ സാമ്രാജ്യം കെട്ടിപ്പറക്കാൻ പോണത്. ഇത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ശവല് പൊട്ടാറായി. ഇവിടെ എങ്ങനെ വെച്ചാൽ പറ്റുമോ? ഇല്ല, കുറച്ച് ബ്ലോക്കും കൂടി നോക്കണം. ഇതിലൊക്കെ
ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫോർ അവർ ചിലപ്പോൾ അങ്ങനെ ചാവും. ഞാനവിടെ വെച്ചിട്ട് വീഡിയോ ചാവും. ഞാൻ എന്തായാലും കളിക്കുമ്പോൾ എന്തൊരു വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് വീട്ടിൽ കളിക്കുള്ളൂ. അങ്ങനെ ആ വീഡിയോയിൽ തട്ടിപ്പോയാൽ ആ വീഡിയോ അവിടെ വെച്ച് ഞാൻ നിർത്തും. ആ സീരീസ് മുന്നേ പോകും. ആ വീഡിയോ യൂട്യൂബിലും കാണും. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. നമുക്ക് എന്തായാലും മരം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടെ വേണ്ട, ഈ ബ്ലോക്കിന് സ്കിപ്പ് ചെയ്യണം. ബ്ലോക്കിന് സ്കിപ്പ് ചെയ്യുക. അവിടെ ഞാൻ ബ്ലോക്ക് വെച്ചാറ്. ഞാൻ എന്തായാലും ഇത് ഞാൻ കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ പൊളിച്ചളയാം. ലാസ്റ്റ് എല്ലാം പൊളിച്ചളയാം. വീട്ടെന്തായിരുന്നു ലാസ്റ്റ് എല്ലാം ഇപ്പം തന്നെ പൊളിച്ചളയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നഷ്ടപ്പെടണ്ടല്ലോ. ഒരു ഡിസൈൻ കാരണം ഞാൻ ഇത്രയും പെട്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. എനിക്ക് നല്ലൊരു ഡിസൈൻ കിട്ടി, പക്ഷെ അത് ചെയ്യാൻ കുറേ വുഡ് വേണം. എന്തായാലും ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ സീഡ് വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് നടന്നില്ല. കാരണമൊന്നുമില്ല, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലെൻ്റെ കയ്യിലൊന്നും ഇനി 5 വുഡ് വന്നു. ഇത് വല്ലാത്ത പണിയാണില്ല. എന്തായാലും ഈ ബസ്സൊക്കെ അതിനെ കൊണ്ട് ഒന്നും പറ്റില്ലേ. ഇനി നമുക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. 1 2 3 ഒന്ന് പൊട്ടിച്ചെടുക്ക്. ഞാനെല്ലാത്തിലും 5 ബ്ലോക്ക് കേൾപ്പല്ലേ ഒട്ടിക്കണേ. അതെ, പക്ഷെ ഞാൻ ഇതിൽ മാത്രം അങ്ങനെ ചെയ്യില്ല. ഇതിലല്ല ഉദ്ദേശിച്ച, ഞാൻ പൊട്ടിച്ചളന്നല്ല. ഇതിപ്പോൾ രാത്രി ആവാറുമായില്ല. എന്തായാലും ഞാൻ ചാവുന്ന ഉറപ്പാണ്. ചത്താലും കുഴപ്പമില്ല. എൻ്റെ ടൂൾസ് ചാവുന്ന ഉറപ്പ് പറയുന്നില്ല ഞാൻ, കാരണം എൻ്റെ കയ്യിൽ ബേസിക് ടൂൾസ് മുഴുവനുണ്ട്. എൻ്റെ കയ്യിൽ 1 മിനിറ്റ്, ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു.
കൊടുത്തില്ല. ഇതിനെന്തായാലും ഇത് കൊടുത്തേക്കാം. യെസ്, ഇതിനെനിക്ക് ആദ്യം തന്നെ ടീമാക്കി കിട്ടി. ഇതർച്ചോ പലകൽ ബോയ്സ്. പലകൽ ബോയ്സ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാ. ഒരു രസം അതെന്തിനാ ഇത് സ്പൈഡറിൻ്റെ ശബ്ദം ഉണ്ടാക്കണേ? എനിക്ക് ഇങ്ങനെ ഇതിനെ കൊണ്ട് നടക്കണത് പേടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ഫോറെവർ വീണ്ടും കയറി. ഇവനോടെ കാവല് നിർത്തിയാലോ? ഓ കറക്റ്റ് അവിടെ കയറിയിരുന്നു. ഇനി പറന്നൊന്നും പോകരുത്, അവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ ഈ രാത്രി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇറക്കി നിൽക്കും ഈ രാത്രി മാറാൻ. നിങ്ങളെന്തായാലും ഞാനെന്താ സ്കിപ്പ് അടിക്കുക, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇവിടെ രാവിലെ ഉണ്ട്. അത് മറ്റാൻ ഉണ്ടാക്കുന്നുണ്ട്. ഐ ന്യൂ ദാറ്റ്. എന്തായാലും എൻ്റെ വായിൽ ഇവിടെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചളഞ്ഞാൽ മതി. ഞാനിവിടെ വായിൽ വെക്കേണ്ട കാര്യം മറന്നു. എല്ലാവരും ഒരു സ്കെൽട്ടൺ ഉണ്ട് അവിടെ. പക്ഷെ എൻ്റെ കയ്യിൽ ഫുഡുണ്ട്. ഞാനൊന്ന് കഴിച്ചിട്ട് അതിനെ കൊല്ലാൻ പോവാ. ഓടിക്കോ, ഒരു ക്രീപ്പർ വരുന്നേ, ഓടിക്കോ. അവനെൻ്റെ അടുത്തൊന്നാലും കുത്താൻ പറ്റുള്ളൂ. ഒരു അടി അടിച്ചോണ്ട് തെറിപ്പിച്ച് വിട്ടാലോ? വേണ്ട. ഞാൻ തന്നെ ചത്തി. എന്തായാലും സാധനങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് നല്ലതാണ്. പക്ഷെ എൻ്റെ എക്സ്പി അങ്ങോട്ട് പോയി. എന്നെ തിരിച്ചാണ്. എല്ലാ സാധനങ്ങളും എടുക്കുകയാണ് ഞാൻ. എൻ്റെ വീട് എല്ലായിടത്തും. ഇവൻ എൻ്റെ ചെറുക്കനാണ്. പക്ഷെ ഇവനെപ്പോഴും എൻ്റെ നേരത്ത് കയറിയിരുന്ന എന്നെ പേടിപ്പിക്കും. അതാണ് എൻ്റെ പ്രശ്നം. അവൻ്റെ ഇറങ്ങി, അവൻ്റെ കയറി. ഞാൻ കയറാൻ പറയുമ്പോൾ കയറില്ല. കയറാൻ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും കയറും. ഞാൻ എൻ്റെ മോൾ കൂടെ ചാടി. ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ മേത്ത് കയറി. ചാടിയ ഇല്ല. എന്തായാലും ഇതിനൊന്നും ഇവിടെ ഇരുത്തട്ടെ. അതിനവിടെ ഇരുന്നു. സിറ്റ് ഞാനറിയാതെ അവനെ തല്ലി. അതാവും. എൻ്റെ അവിടെ വന്നില്ല, എൻ്റെ വരുത്. നിനക്ക് എന്തോ അറിയില്ല. ഞാനിന്നവിടെ നിർത്തിയാൽ നീ അവിടെ വരില്ല. അപ്പം ഞാനെന്ത് ചെയ്യാനാണ്? അവിടെ ഇരുന്നോ? കറക്റ്റ് സമയത്താണ് പൊട്ടിയത്. ഒരെണ്ണോടന്
അതെടുക്കാനും പറ്റണില്ല. കുഴപ്പമില്ല, ഞാൻ ഈ ബ്ലോക്കും കൂടി ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് കുഴപ്പമില്ല. ഇവനെങ്ങാനും പറഞ്ഞല്ലെങ്കിൽ ടെലിപ്പോർട്ടായി ഇങ്ങോട്ട് വരുമോ? വന്നില്ല, ഞാനവിടെ തന്നെ ഉണ്ട്. കണ്ടോ കുഴപ്പമില്ല. എൻ്റെ വലിപ്പമുള്ള 2 ഉണ്ടാ, അങ്ങനെയാ അത് നടക്കൂല. ഒരെണ്ണത്തിന് പിന്നെ കിട്ടരുത്. ഒരെണ്ണം അവിടെ ഉണ്ട്, ചത്തും ചെയ്തു. കറക്റ്റ് വെച്ച് ഞാൻ എന്തായാലും അടിപൊളി ഹങ്കർ വന്ന് ഞാനായി. ഹെൽത്തൊന്ന് ഫുള്ളായിക്കോട്ടെ, എന്നിട്ട് നിങ്ങളാണ് വേണ്ട ആവശ്യമില്ല. അതിനോടിപ്പോയതാ, അത് അങ്ങോട്ട് ഓടിപ്പോയി. അവൻ വെള്ളത്തിൽ ചാടി. അയ്യോ, അവനല്ല വെള്ളത്തിൽ ചാടിയ, വേറെ ഒരുത്തനാ. ഞാൻ ഹെൽത്തൊന്ന് ഫുള്ളാക്കട്ടെ, ജസ്റ്റ് ഇവനൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് നിങ്ങളാണ്. തീർത്തു ഞാൻ. എത്ര നേരമായി? ഡേസ് പ്ലേയുടെ ഒരു ദിവസം. കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമായി. ഞാനൊരുത്തനവിടെ കാണുന്നുണ്ട്, അതിനെന്നെ കണ്ടില്ല. അപ്പം അതിനെന്നെ കണ്ട്. ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കാം. Your device is almost out of the space that Minecraft can use to save worlds and settings on this device. Why not delete some old stuff you don't need so that can keep saving new stuff? Okay. Generating world. There are no storage space. Just wait. ഞാൻ കുറച്ച് കാര്യം വീണ്ടും കാണാം. ഞാൻ ആ പ്രോബ്ലം ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്തു. എന്തായാലും സ്റ്റോറേജ് ഇല്ലാത്ത പ്രശ്നമായിരുന്നത്. 3 വെച്ചിട്ടുണ്ട്. ഇൻവിസിബിലിറ്റി നീ അവിടെ തന്നെ ഇരുന്നോളാം, ഇല്ലെങ്കിൽ നിന്റെ 3 അടിച്ച് ഞാൻ പൊട്ടിക്കും. അവനെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്തായാലും എനിക്ക് ആവശ്യമുള്ളതാണ്. ഇത് വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പെറ്റായിട്ടുള്ളത് നമുക്കൊരു രസമാണ്. നിങ്ങൾക്കറിയാം, അത് നമുക്ക് രസമുള്ളതാണ്. അതിലേക്ക് പറയുന്ന കാര്യമാണ്. നമ്മൾ ഒറ്റക്കുള്ള പോലെ തോന്നില്ല. അതിനാണ് എനിക്ക് എൻ്റെ മറ്റേ സാധനം സാൻഡ് ഡീസ്പോണായി. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറന്നു വരുന്നതാ ചെറുക്കൻ എൻ്റെ തൊളി കയറി. യു കൺ ഡു ദ ഏർലിയർ. ഞാൻ ഈ ഷീപ്പിനൊന്ന് കൊല്ലട്ടെ. എനിക്ക് എൻ്റെ വീട്ടിൽ കയറിയാൽ മതിയേ. വീട്ടിൽ കയറണം. കയറിയേക്കാം. ഞാൻ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുക. ഓക്കെ,
ഇപ്പോൾ ക്യാന് കറക്റ്റായി അതിൻ്റെ ഉള്ളു മെല്ലനെ ഉണ്ട്. ഞാൻ ഈ രാത്രി ഒന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് 8 സെക്കൻഡ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാറ് ഇവിടെ ചത്തി. അതൊക്കെ ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല. ആരാണ് അടിക്കാൻ കഴിയും? എൻ്റെ അടുത്ത് അവൻ്റെ കളി. ഇപ്പം മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ തീ പിടിച്ചെന്ന് വിചാരിച്ചോ, മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മളെങ്ങാനും അല്ല ആ തീ പിടിച്ച ആളെങ്ങാനും നമ്മളുടെ മേത്ത് വന്നടിച്ചാൽ നമുക്ക് തീ പിടിക്കുമോ? എന്താ ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, മൈൻക്രാഫ്റ്റിൽ ഒരു സോംബി തീ പിടിച്ച ആ തീ നമുക്കും ആ സോംബി ഇതെന്താ ഉണ്ടായെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ഇവിടെയുള്ള വൈനില്ലേ, അതിങ്ങോട്ട് എങ്ങനെയായി ഇതിപ്പോൾ ബ്ലോക്ക് പോലെ ഇരിക്കണം. ഇതിൻ്റെ ഈ ഔട്ട്ലൈന് ഇത് ഞാൻ പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിച്ചു. അപ്പോൾ അവിടുത്തെ അടിത്തേം പൊട്ടി. അടിപൊളി. എൻ്റെ അതും പൊട്ടിയേ. ഇനി പേടിക്കണ്ടല്ലോ. ഓൾറെഡി വുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. ഇവിടെ കളിക്കാം. നീ അവിടെ ഒറ്റക്കൊക്കെ ഉണ്ട്. ഇതായിരുന്നു എൻ്റെ ഐഡിയ. ഇതിൻ്റെ അടിയിൽ മാത്രം ഒന്ന് മറ്റേ സാധനം ചെയ്യാം. അതിനെന്താ പറയാന്ന് വെക്കാന്നൂടാ. മറ്റേ ആക്സ് വെച്ചിട്ട് ചെയ്യണ മറ്റേ സാധനമില്ലേ, വെറുതെ ആക്സ് വെച്ചിട്ട് അയ്യോ ശരിക്കൊരു ക്രീപ്പർ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ദൂരെ നിന്ന് വേണ്ട. ഇവിടെ നിന്ന് മതി. ഇല്ലെങ്കിൽ സാധനങ്ങളെല്ലാം പോകും. ഇങ്ങോട്ട് വാ. അയ്യോ അവനെ കൊല്ലരുത് പ്ലീസ്. ഞാൻ എൻ്റെ കൂടെ വന്നതാണ്, പക്ഷെ ഞാൻ ചത്ത്. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇനി അടുത്തൊരു ട്രൈഡൻറ്റ് കൊണ്ടുപോയിൻ്റെ നാളെ സ്കൂളിൽ ട്രൈഡൻറ്റ് കൊണ്ടുവരുന്നത് എൻ്റെ അടുത്ത് ടീച്ചറൊന്നും പറഞ്ഞിട്ടില്ല. സ്കൂളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ബട്ട് എൻ്റെ പെറ്റ് പോയി ഇൻ ദ ഫസ്റ്റ് EP. ഇവനെ കാണുമ്പോൾ ഇത് വെച്ചിട്ട് അവനെ ടീം ചെയ്യാൻ പറ്റുമോ? എവിടെ നീ പോണ് അങ്ങോട്ട് പോവല്ലേ. ഐ വിൽ ബ്രേക്ക് ബ്ലോക്ക്. ഇല്ല അല്ലേ. ഇത് വെച്ചാ എവിടെ അവിടെ ഉണ്ട്. ഇവനാണ് നീലാനൻ. ഇവൻ്റെ പേരാണ് നീലാലൻ. എൻ്റെ നീലാലൻ കുട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. മുന്നേ എൻ്റെ പേരിന് എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും ഒരു ദിവസത്തിന് ഞാൻ ഇപ്പുറത്തു. മുന്നത്തെ എൻ്റെ അത്തത്തയുടെ പേരും നീലാലൻ തന്നെയാണ്. അങ്ങനെ കേട്ടാൽ മതി. വിചാരിക്കല്ല അങ്ങനെയാണ്. 4 എൻ്റെ ആദ്യത്തെ പറ്റി തന്നെ ചത്തുപോയി എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. ബട്ട് ഗെയിമിൽ വെച്ചിട്ട് അധികം വിഷമമില്ല.
ഞാൻ ആ ക്രീപ്പറുടെ ഏത് ക്രീപ്പറിനെ കണ്ടാലും വെട്ടിക്കൊല്ലുന്നു. ഞാൻ കൊല്ലും ബിക്കോസ് ഓഫ് മൈ മൈൻഡ്. എൻ്റെ മൈൻഡിൽ കയറി കൂടിയിരിക്കുകയായിരുന്നപ്പോഴാണ് എൻ്റെ ആളിനെ ഒരൊറ്റ സോംബി കാരണം ചത്ത്. ഒരൊറ്റ സോംബി കാരനാണ് അവൻ ചത്തേ. എന്നാലും അവൻ ചത്തു. ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞിട്ടില്ല, നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇത് ഫുള്ള് തീർക്കാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ 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 ബൈ. എൻ്റെ നീലാനു ബൈ പറഞ്ഞേ. ഓയ് 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 ബൈ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരുകയാണ്.